പ്രവാസി വ്യവസായി മലപ്പുറം സ്വദേശി VP മുഹമ്മദ് അലിയെ തൂക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിന്റെ മുഖ്യ സൂത്രധാരൻ വിദേശത്ത് കഴിയുന്ന കൊടുംകുറ്റവാളിയായ മലയാളിയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാവൂരിൽ വെച്ച് പോലീസ് സാഹസികമായി പിടികൂടിയ പ്രതികളായ ഒറ്റപ്പാലം കണ്ണിയമ്പുറം സ്വദേശി വിഷ്ണു, സൽമാൻ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. വിദേശത്തിരുന്ന് കൊട്ടേഷൻ തലവൻ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും തട്ടിക്കൊണ്ടുപോകാനും തടവിൽ പാർപ്പിക്കാനും 2 വ്യത്യസ്ത സംഘങ്ങളെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. തുക ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിഫലം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പ്രതി വിഷ്ണുവിനെയും ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ഷമീറിനെയും കോടതി റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 22ആയി. ഇയാളെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2025 ഡിസംബർ 6-ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന മുഹമ്മദ് അലിയെ പട്ടാമ്പി കോഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി കോതകുറിശ്ശിയിലെ വീട്ടിൽ തടവിലാക്കുകയായിരുന്നു. തുടർന്ന് വീഡിയോ അയച്ച് 70 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും രാത്രിയിൽ കാവൽക്കാർ മദ്യപിച്ചുറങ്ങിയതോടെ പുലർച്ചെ മുഹമ്മദ് അലി പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. കേസിൽ വ്യവസായിയുടെ ബന്ധുവായ പൂങ്ങോട് സ്വദേശി സിയാസിനെ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനിയും കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ V രവികുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.